അനുഗ്രഹീതമായ ഈ രാത്രി സമയത്തിനായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് വീണ്ടും ഈ വെള്ളിയാഴ്ച സായാഹ്ന സമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പാൻ, ദൈവവചനം ഗ്രഹിപ്പാൻ ദൈവം തരുന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ സൂമിന്റെ മാധ്യമത്തിലൂടെയും ഫേസ്ബുക്കിലൂടെയും ശ്രവിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ രാത്രി ആദ്യമായിട്ട് അറിയിക്കുന്നു. ഈ ബൈബിൾ സ്റ്റഡിയുടെ അവസാന ദിവസവും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ക്രിസ്തീയ ജീവിതവും കഷ്ടതയും അതിനെപ്പറ്റിയാണ് നാം ചിന്തിച്ചു വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്തതെന്ന് ഞാൻ എല്ലാ ദിവസവും തന്നെ ഓർപ്പിച്ചു. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിത്വത്തിൽ, പെന്തക്കോസ്റ്റ് സമൂഹങ്ങളിൽ കാലക്രമേണ വന്നുകൂടിയ പല തെറ്റിദ്ധാരണകൾ, പല തെറ്റായ പഠിപ്പിക്കലുകൾ, അതിനെ വേദപുസ്തകത്തിന്റെ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വിലയിരുത്തുവാൻ വേണ്ടിയാണ് നാം ഈ ദിവസങ്ങളെല്ലാം ശ്രമിച്ചത്. പ്രത്യേകിച്ച് ലോകമെമ്പാടും ദൈവജനങ്ങളും ലോക മനുഷ്യരും വളരെ കഷ്ടതയിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിന്, ഇങ്ങനെയുള്ള ഒരു പ്രത്യേക വിഷയത്തിന് വളരെയേറെ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്. ഈ ലോകത്തിൽ കഷ്ടതകളുണ്ട്. അതിനെ ദൈവവചനത്തിന്റെ ആ വീക്ഷണകോണിൽ നിന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും വി ക്യാൻ ബി ക്യാരിഡ് അവേ. നമ്മൾ ഈ പല ചിന്തകൾ, പല തെറ്റിദ്ധാരണകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പല പഠിപ്പിക്കലുകളിൽ ഒഴുകിപ്പോകുന്നവരായി. അതാണ് പൗലൂസ് പറയുന്നത്, ടോസ്ഡ് ബൈ ദ വിൻഡ്സ് ഓഫ് ഡിഫറെന്റ് ടീച്ചിങ്സ്. ഒരെണ്ണം കേൾക്കുമ്പോൾ അങ്ങോട്ട് പോകും, മറ്റൊന്ന് കേൾക്കുമ്പോൾ തിരിച്ചു വരും. അങ്ങനെയുള്ള ഒരു രീതിയിൽ പല ദൈവമക്കളും, പ്രത്യേകിച്ച് എനിക്കറിയാം, ഗൾഫിൽ ഞാൻ വന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ടീച്ചിങ്സ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും അതേ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ടീച്ചിങ്സ് വന്ന് പലപ്പോഴും അതിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറി പതറി നടക്കുന്നവരായിട്ടല്ല, ക്രിസ്തുവിന്റെ യഥാർത്ഥ നിർമ്മലമായ സുവിശേഷം അതിന്റെ ആധികാരികതയിൽ, അതിന്റെ ആ ഗഹനമായ രീതിയിൽ മനസ്സിലാക്കി ഈ കഷ്ടതയുടെയും ഈ ബുദ്ധിമുട്ടിന്റെയും മധ്യത്തിൽ പോലും ഉറച്ചു നിൽപ്പാൻ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ കഷ്ടതയെ, ബുദ്ധിമുട്ടിനെ, പ്രയാസത്തെ ശരിയായിട്ടുള്ള ഒരു വീക്ഷണകോണിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ഈ പഠനം കൊണ്ട് സാധ്യമായി തീരാം. അതാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചെയ്യുവാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചത്. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ബിനു പറഞ്ഞ പോലെ എത്ര പേർക്ക് അത് ഒരു ആശ്വാസവചനമാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാലും ഞാൻ വിചാരിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇത് നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ സഹായമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നാം പ്രധാനമായിട്ട് ചിന്തിച്ചത് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തെ വളരെ വിശദമായിട്ട് പഠിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. എന്താണ് ഇപ്പോഴത്തെ ഈ യുഗത്തിലെ, ഈ ദ്രവത്വത്തിന്റെ യുഗത്തിലെ കഷ്ടതയെ നാം എങ്ങനെയാണ് കാണേണ്ടത്, അതിൽ ദൈവം എന്താണ് ചെയ്യേണ്ടത്, അതിനോടുള്ള ഒരു വിശ്വാസിയുടെ പ്രതികരണം എന്തായിരിക്കണം, ഇത്യാദി കാര്യങ്ങൾ റോമാലേഖനം 8-ാം അധ്യായത്തിനെ ആസ്പദമാക്കി പഠിപ്പാൻ കഴിഞ്ഞ 3 ദിവസം നമുക്ക് കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രികാലം അതിന്റെ ഒരു കൺക്ലൂഷൻ, ഒരു പര്യവസാനം എന്ന അപ്പോസ്തലനായ പൗലോസ് എഴുതിയ വേറെ ഒരു ലേഖനത്തിൽ, നിങ്ങളുടെ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ച്, എനിക്കറിയാം നമുക്ക് വളരെ പരിമിതമായ സമയമേ നമ്മുടെ മധ്യത്തിലുള്ളൂ, എന്നാലും ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ അപ്പോസ്തലനായ പൗലോസ് കഷ്ടതയെ കുറിച്ച്, പ്രത്യേകിച്ച് തന്റെ മിനിസ്ട്രിയിൽ, തന്റെ ജീവിതത്തിൽ ഉണ്ടായ കഷ്ടതയെ പറ്റി വളരെയധികം പ്രസ്താവിക്കുന്ന ഒരു പ്രത്യേക ലേഖനത്തെ പെട്ടെന്ന് ഓടിച്ച് നിങ്ങളുടെ മുമ്പിൽ എന്ന് കാണിച്ച് ഈ ബൈബിൾ സ്റ്റഡി
അതിന്റെ അവസാനത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രിയും ദൈവസന്നിധിയിലായിരിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലേക്കാണ് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പല പ്രാവശ്യമായിട്ട് അതിന്റെ 4-ാം അധ്യായവും 5-ാം അധ്യായവും നാം വായിച്ചു. എന്നാൽ ഇന്ന് പെട്ടെന്ന് അതിന്റെ 1 മുതൽ അവസാനം വരെയുള്ള അധ്യായങ്ങൾ പെട്ടെന്ന് ഒരു ഓടി പ്രദക്ഷിണം പോലെ പെട്ടെന്ന് അതിനെ ഒന്ന് കാണിച്ച് നമ്മുടെ ചിന്തകളെ ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്ന് ഇതിനെ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നത്. നിങ്ങളുടെ എല്ലാം ബൈബിളുകൾ ദയവായിട്ട് തുറന്നാട്ടെ. ഒരു പ്രസംഗമായിട്ട് ഒരു പഠനത്തെ ഒരിക്കലും എടുക്കരുത്. പ്രസംഗത്തിൽ നാം എന്ത് കാണുന്ന പോലെ പ്രത്യേകിച്ച് നാം എന്തോ പ്രാപിപ്പാൻ വേണ്ടിയാണ് നമ്മൾ പ്രസംഗിക്കുമ്പോൾ സാധാരണ ഇരിക്കുന്നത്. എന്നാൽ ഇതിൽ നമ്മൾ പഠിക്കുവാനും നമ്മുടെ ചിന്തകളെ അതിലേക്ക് തിരിക്കുവാനും ശ്രമിക്കുമ്പോൾ ബൈബിൾ തുറന്നു വെക്കുന്നത് നമുക്കെല്ലാവർക്കും ആ ചില വാക്യങ്ങൾ അത് നോക്കുന്നതും പഠിക്കുന്നതും കുറിച്ചിടുന്നതും നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ചില സമയത്തിനുള്ളിൽ നമുക്ക് വായിക്കാം. എന്നാൽ അതിനു മുമ്പായിട്ട് ചെറിയ രീതിയിൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ ആ ഒരു പശ്ചാത്തലം നിങ്ങളെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം പൗലൂസിന്റെ എല്ലാ ലേഖനങ്ങളും അതിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്, ഒരു ലോക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. സ്ഥലം സഭകൾക്ക് പൗലൂസ് എഴുതുമ്പോൾ ഒന്നുകിൽ ആ സഭയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ അവിടെയുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ, സഭയിലുള്ള ഭിന്നതകൾ, സഭയിൽ ഉള്ള ചോദ്യങ്ങൾ, അവരുടെ ആ ഒരു മോറൽ ലൈഫ്, അങ്ങനെയുള്ള പല കാര്യങ്ങളെ അഡ്രസ് ചെയ്യുവാൻ വേണ്ടിയാണ് 1 കൊരിന്ത്യർ ലേഖനം പൗലൂസ് എഴുതുന്നത്. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ പൗലൂസിന്റെ അപ്പോസ്തലൻഷിപ്പ് അല്ലെങ്കിൽ പൗലൂസ് അപ്പോസ്തോലനാണോ എന്നുള്ള വസ്തുത ചോദ്യം ചെയ്യപ്പെടുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, എങ്കിൽ മാത്രമേ ഞാൻ അടുത്തതായി വായിക്കുവാൻ പോകുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. പൗലൂസിന്റെ ആ ലേഖനത്തിന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് സഫറിംഗ് ഇൻ ദ ലൈഫ് ഓഫ് ആൻ അപ്പോസ്റ്റൽ. ഒരു അപ്പോസ്തോലന്റെ ജീവിതത്തിൽ, അവന്റെ സന്ദേശത്തിൽ, അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, അവന്റെ ശുശ്രൂഷയിൽ ഉള്ള സഫറിംഗ്, കഷ്ടത, പ്രയാസം, ബുദ്ധിമുട്ടുകൾ, അതിനെപ്പറ്റിയാണ് ആ ലേഖനത്തിൽ മൊത്തം ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപാദിക്കുന്നത്. മറ്റു പല കാര്യങ്ങളുണ്ട്, എന്നാലും അതിന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ഒരു അപ്പോസ്തോലന്റെ അല്ലെങ്കിൽ ഇപ്പോൾ പൗലൂസ്, തിമോത്തിയോസ് എന്നുള്ള ആ കുറച്ച് ആൾക്കാരുടെ അവർ ദൈവ വേല ചെയ്തപ്പോൾ, ക്രിസ്തു ശുശ്രൂഷയിൽ ഏർപ്പെട്ടപ്പോൾ അവരിൽ ഉണ്ടായിരുന്ന കഷ്ടതയെ കുറിച്ച്, അതിനെ ഒന്നുകൂടെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ കഷ്ടതയെ എങ്ങനെ കാണാം, അതിൽ ദൈവം എന്താണ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു വ്യക്തത കൊടുക്കുവാനാണ് പൗലൂസ് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി എഴുതുന്നത്? ഇപ്പം അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സൂപ്പർ അപ്പോസ്റ്റൽസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ പിന്നാലെ നടന്ന് കർത്താവ് പഠിപ്പിച്ചത് കേട്ട് കർത്താവിന്റെ ശിഷ്യന്മാരായിരുന്നവരും, ഇപ്പോൾ അല്ലാതെ കൊരിന്തി പട്ടണത്തിൽ ഉണ്ടായിരുന്ന പലരും, കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ചോദിക്കുവാൻ തുടങ്ങിയ ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ ശരിക്കും ഒരു അപ്പോസ്തോലനാണെങ്കിൽ ഇത്ര കഷ്ടതയൊക്കെ എങ്ങനെയാ വരുന്നേ? മനസ്സിലാകുന്നുണ്ടോ? അതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന ഹിസ് ഒപ്പോണന്റ്സ് ആർഗ്യൂഡ് ദാറ്റ് പോൾ സഫേർഡ് ടു മച്ച് ടു ബി a spirit-filled apostle of the risen Christ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ ശരിക്കും ആത്മാവിൽ നിറയപ്പെട്ട ഒരു അപ്പോസ്തോലനാണെങ്കിൽ ഇത്ര കഷ്ടതയൊക്കെ എങ്ങനെ സഹിക്കാൻ കഴിയും? Is questioning they are questioning the apostleship of Christ, apostleship of Paul, asking Paul suffered too much to be a spirit-filled apostle. അതിനെപ്പറ്റി
ഒരു വേദ പണ്ഡിതാവ്, പ്രത്യേകിച്ച് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളർ അതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത്, their shameful questioning of apostleship, false apostleship. ഒരു നാണമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പൗലൂസിന് എതിരായിട്ട് അവർ സംസാരിക്കുക. ഇപ്പൊ നോക്കിക്കേ, ഇവൻ ശരിക്കും ഒരു ആത്മീകനാണെങ്കിൽ എങ്ങനെ ഇവന്റെ ജീവിതത്തിലൊക്കെ കഷ്ടം അനുഭവിക്കും? ഇന്ന് നമ്മളിൽ പലരും, ഈയിടെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ നിന്ന് കേട്ട ഒരു കാര്യമുണ്ട്. ഇവരെ ഒരു സൂം പ്രയറിൽ ഒരു കോവിഡ് ബാധിച്ച ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഒരു സഹോദരൻ എൻ്റെ ആ കൂട്ടുകാരനോട് പറഞ്ഞു, ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം ഉണ്ടായിരിക്കുമല്ലേ ജീവിതത്തിൽ, അതുകൊണ്ടൊക്കെ അല്ലേ ഈ കോവിഡ് ഒക്കെ വന്നേ. മനസ്സിലാവുന്ന നമ്മുടെ ചിന്തകൾ, നമ്മൾ ആ പഠിപ്പിച്ച് വെച്ചിരുന്ന പഠിപ്പിക്കലുകളിൽ നിന്ന് എത്ര വികലമായ രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ പഠിപ്പിക്കലിന്റെ ഏറ്റവും വലിയ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ, പലരും ഇന്ന് പഠിപ്പിക്കുന്നത്, നിന്നിൽ ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ രോഗത്തിന് നിന്റെ ശരീരത്ത് എന്തില്ല, അവകാശമില്ല. അതാ പലരും പഠിപ്പിച്ചു വെക്കുന്നത്. സ്വന്തം ശരീരത്ത് രോഗം വരുന്നിടം വരെ അതൊക്കെ പറയും. അത് കഴിയുമ്പോൾ കുറച്ചാളൊക്കെ മിണ്ടായിരുന്നുള്ളൂ. കാര്യം എനിക്കറിയാവുന്ന പലരും ഉണ്ട് ബാംഗ്ലൂരിലൊക്കെ, അതുവരെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ സ്വന്തമായിട്ട് രോഗം വന്നപ്പോൾ പിന്നെ കുറച്ചാൾ ഇതൊക്കെ പറയാതിരുന്നു. അതാണോ ബൈബിൾ പഠിപ്പിക്കുന്നത്? ഇപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, the shameful questioning of Paul's apostleship because he's suffering. അവന്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, വാളുണ്ട്, നഗ്നതയുണ്ട്, ആപത്തുണ്ട്. ഇതെല്ലാം നോക്കി ഇവൻ യഥാർത്ഥമായിട്ട് അപ്പോസ്തലനാണോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള രംഗങ്ങൾ. രണ്ട്, their infatuation with more attractive ministries. രണ്ടാമതായിട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇവർക്ക് അവരാകർഷിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. പൗലൂസിനെ കൂട്ട് ശരീരത്തിൽ പ്രശ്നമുള്ള, തിമോത്തിയോസിനെ കൂട്ട് ശരീരത്തിൽ പ്രശ്നമുള്ള അവനൊന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊന്നും സ്തോത്രവും ഹല്ലേലൂയയും ഒന്നും പറയാൻ പറ്റുകയില്ല. ആൻഡ് ഇഫ് ഇൻഫാക്ച്വേഷൻ, അവരാകർഷിക്കപ്പെടുന്നത് എന്തിലേക്കാണെന്ന് അറിയാമോ? കുറച്ചുകൂടെ വളരെ ഗ്ലിറ്ററി ആയിട്ടുള്ള, കുറച്ചുകൂടെ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള മിനിസ്ട്രിയിലേക്ക്. എനിക്കറിയാം, അത് പറയുമ്പോൾ ഇന്ന് വാർത്താ വിനിമയ മാർഗങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ എവിടെ നടക്കുന്ന മിനിസ്ട്രിയും നമുക്ക് ഇതിലൊക്കെ കാണുവാൻ കഴിയും. ടെക്നോളജിയുടെ ഗുണമാണ്. ഇന്നിപ്പോൾ ദൈവമക്കളെന്ന് പറയുന്നവർക്ക് പോലും അങ്ങനെയുള്ള മിനിസ്ട്രിയിലേക്ക് അറിയാതെ ഒരു ആകർഷണമുണ്ട്. ദൈവവചനത്തെ പ്രസംഗിക്കുമ്പോൾ അതിൽ വിരസത കാണുന്ന ഒരു കൂട്ടം മനുഷ്യർ, കർണരസമായിട്ടുള്ളത് കേട്ടില്ലെങ്കിൽ എന്നതായി പറയുന്നേ, കഷ്ടത 3-4 ദിവസമായിട്ടുണ്ടല്ലോ അലക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ ഇപ്പോൾ കാണുന്നത് മോർ അട്രാക്റ്റീവ് ആയിട്ടുള്ള മിനിസ്ട്രി. ഇവിടെ ഇരുന്ന് ഇപ്പൊ ഞാൻ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ നമ്പർ പറയുവാണെങ്കിൽ, നാളെ എനിക്കറിയാം ഇപ്പോൾ ഉള്ളത് 25 പേരാണ്, നാളെ 50-ഉം 3-ാമത്തെ ദിവസവും 100-ഉം ഒക്കെ ആയിട്ട് ഇത് കൂടുമെന്ന് എനിക്കറിയാം. അല്ല ബിജു സാറേ, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ബിജു സാറിന്റെ പാസ്പോർട്ടിന്റെ നമ്പർ പറയുക, എന്നിട്ട് പറയുക അടുത്ത ദിവസം തന്നെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക, ഇതിന്റെ നമ്പർ കൂടും. എനിക്കറിയണം, എനിക്കറിയാം ഞാൻ കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല സംസാരിക്കുന്നത്. പക്ഷെ മനസ്സിലുള്ള വിഷമം കൊണ്ടും ഇന്ന് നടക്കുന്ന പല ചെപ്പടിയ വിദ്യകൾ കൊണ്ടുമാണ് ഇത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് തന്നെ ആകർഷിതരായി അവിടെ ഇരിക്കുന്ന തൂണിന്റെ വലതുവശത്തിരിക്കുന്ന കുഞ്ഞമ്മയുടെ പ്ലാവിൽ മൊത്തം ഇത് ചക്ക കായ്ക്കാൻ പോവാ. അതൊക്കെയാണ് നമ്മുടെ സഭയിലൊക്കെ നടക്കുന്നത്.
നമ്മൾ എങ്ങോട്ടാ പോകുന്നേ എന്ന് ഞാൻ ചുമ്മാ പറയുമല്ല. ഇതൊക്കെ എനിക്കറിയാം. ഇതൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക്, യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. അവരൊക്കെ ഇപ്പം പെന്തക്കോസ്തുകാർ അല്ലെന്ന് പറയുന്നത് നിർത്തി. ഇതെല്ലാം വന്നുകൂടിയത് എവിടുന്നാണെന്നറിയോ? പലതും വന്നുകൂടിയത് വികസിത രാഷ്ട്രങ്ങളായ അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് എന്ന് പറഞ്ഞ് നടന്ന അവർ എഴുതിയ ബുക്കുകളും അവരുടെ വീഡിയോ ഒക്കെ കണ്ട് ഇത് മൊത്തം അവിടുന്ന് ഇറക്കുമതി ചെയ്ത് കേരളത്തിലും ഇന്ത്യയിലും ഗൾഫ് കൺട്രീസിനും ഒക്കെ ആ മലയാളി സംസ്കാരത്തിൽ പോലും ഇത് വന്നുകൂടി. അതിനകത്തെ ഒരു മെയിൻ അദ്ദേഹമായിരുന്നു ബെന്നി ഹിൻ. കഴിഞ്ഞ വർഷം 2019 എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസം, അതിന്റെ മിഡിലിനോടുകൂടി, സെപ്റ്റംബർ മാസത്തോടുകൂടി ബെന്നി ഹിൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ പറഞ്ഞ തിയോളജിയിൽ വലിയ തെറ്റുണ്ട്. യൂട്യൂബിൽ നോക്കിയാൽ മതി, ബെന്നി ഹിൻസ് കൺഫെഷൻ. ഇവരൊന്നും സാധാരണക്കാരല്ല. അമേരിക്കയിൽ അറിയപ്പെടുന്ന പ്രസംഗകരും അതുപോലെ പൈസ ഉണ്ടാക്കിയവരുമാണ്. ജെറ്റ് പ്ലെയിൻസ്, അവരുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് പോലും അവർക്ക് വേണ്ടി ഉണ്ടാക്കിയവരായി പറയുന്നത്. അത് എഴുതിയപ്പോ എൻ്റെ ഒരു സാറ് ഫേസ്ബുക്കിനകത്തിട്ടു, ഈ വാങ്ങിച്ച പൈസ എല്ലാം ഇവർ ഇനി തിരിച്ചു കൊടുക്കുമോ? ഇത് എവിടെ നിന്നുണ്ടാക്കിയതാ? ഞാൻ ഇത്രയൊക്കെ ഘോരമായിട്ട്, ഇത്രയൊക്കെ കർശനമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയണം നാം എന്താണ് കേൾക്കുന്നത്. നമ്മുടെ സഭകളിൽ, അല്ലെങ്കിൽ നാം TV ഓൺ ചെയ്യുമ്പോൾ, നാം ഫേസ്ബുക്ക് ഓൺ ചെയ്യുമ്പോൾ എന്താണ്, എത്ര തെറ്റായ പഠിപ്പിക്കലുകളാ നമ്മളുടെ ഇടയിൽ തന്നെ ദൈവവചനത്തിന് വിരുദ്ധമായി നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ ആത്മീക കണ്ണുകൾ തുറക്കണം. അതിനാണ് ഈ ബൈബിൾ ക്ലാസ് വെച്ചത്. അല്ലാതെ കഷ്ടത എന്ന് എല്ലാ ദിവസവും പറയുന്നുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഒന്നും കൊണ്ടല്ല ഇതൊക്കെ പറയുവാൻ ഞാൻ നിശ്ചയിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ആരും നമ്മെ തെറ്റിച്ചു കളയുവാൻ ഇടയാക്കരുത്. ഇപ്പോൾ പൗലൂസ് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, പൗലൂസിന്റെ അപ്പോസ്തോൽഷിപ്പ്, അവൻ അപ്പോസ്തോലനാണെന്നുള്ള കാര്യം പോലും ഇപ്പോൾ ചോദ്യം ചെയ്ത് പറയുകയാണ്. നീ ഇത്രയും ഒക്കെ കഷ്ടം അനുഭവിക്കുമ്പോൾ, നിന്റെ ശരീരത്ത് തന്നെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നീ എങ്ങനെ അപ്പോസ്തോലനാണ്? അതിന്റെ പുറകെ പോകുവാൻ ഇച്ഛിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികൾ, കൊരിന്തി വിശ്വാസികൾ. അവിടെയാണ് പൗലൂസ് പറയുന്നത്, എന്റെ ബലഹീനതയിൽ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ പ്രശംസിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? എന്റെ കഷ്ടതയിലൂടെ, എന്റെ ബലഹീനതയിലൂടെ ഞാൻ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ക്രിസ്തുവിന്റെ, ദൈവത്തിന്റെ ജ്ഞാനത്തെ ലോകത്തിന് പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. 4-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ വളരെ മനോഹരമായി, എത്ര നല്ല മനോഹരമായിട്ടാണ് പൗലൂസ് അതിന് എഴുതുന്നത്. എന്റെ കഷ്ടതയിലൂടെ, എന്റെ ബലഹീനതയിലൂടെ ഞാൻ ചെയ്തത് ദൈവത്തിന്റെ ജ്ഞാനത്തെ, ക്രിസ്തുവിന്റെ ജ്ഞാനത്തെ ഞാൻ ഈ ലോകത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്, പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. അത്ര ഭയങ്കരമായിട്ടാണ് പൗലൂസ് അതിനെ കാണുന്നത്. ഞാൻ കഷ്ടതയെ മറച്ചു വെക്കുകയല്ല, ഞാൻ അതിൽ സന്തോഷിക്കുകയാണ്, ഞാൻ അതിൽ പ്രശംസിക്കുകയാണ്. അതാണ് പൗലൂസിന്റെ ആ ഒരു കഷ്ടതയോടുള്ള പ്രതികരണം, അല്ലെങ്കിൽ ഈ കേട്ട വിരോധങ്ങളോടുള്ള ഒരു പ്രതികരണം. ഞാൻ പെട്ടെന്ന് ഒരു 5-6 ഭാഗം നിങ്ങളെ കാണിക്കാം. ഈ പ്രത്യേക ഭാഗം പൗലൂസ് എങ്ങനെയാണ് അതിനെപ്പറ്റി എഴുതുന്നത്. രണ്ടാം അധ്യായം, അതിന്റെ 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ, അതിന്റെ 13-ാം അധ്യായം വരെ വായിക്കുമ്പോൾ, there are major chunks of portions, biblical portions, which is dealing with suffering. ഒന്നൊന്ന് നോക്കിയാട്ടെ. 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാം. 1-ന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എഴുതുന്നവർക്കാണ് ഈ റെഫറൻസ് പറയുന്നത്. അത് വായിക്കണമെന്നില്ല, പിന്നെ നമുക്ക് വായിക്കാം. 1-ാം അധ്യായം അതിന്റെ 5 മുതൽ 11-ാം വാക്യം വരെ വായിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളും ആശ്വാസം പെരുകും, ഞങ്ങളുടെ ആശ്വാസവും പെരുകും. അവിടെ തുടങ്ങി
അതിന്റെ 4-ാം വാക്യത്തിലാണ് തുടങ്ങുന്നത്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. ആ ഭാഗത്തേക്ക് പിന്നെ ഞാൻ കടന്നു വരാം. 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 11 വരെ ഉള്ള വാക്യങ്ങളിൽ പൗലൂസ് പറയുന്നു, ഇപ്പം തന്റെ കഷ്ടതയെ കുറിച്ച് പറയും. അതിന്റെ 4-ാം അധ്യായം നാം വായിച്ചതാണ്. 4-ന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം പല പ്രാവശ്യം ആ ഭാഗത്ത് നിന്ന് വായിച്ചത്. അതിലേക്ക് പിന്നെയും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നില്ല. അതിന്റെ 8-ാം വാക്യം, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, 12 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 6-ാം അധ്യായം പിന്നെയും അതിന്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിന്നെയും പൗലൂസ് തന്റെ ശുശ്രൂഷയിൽ അനുഭവിച്ച കഷ്ടതയെ കുറിച്ചാണ് എഴുതുന്നത്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി 2 വാക്യങ്ങൾ മാത്രം അവിടെ ഒന്ന് വായിക്കുന്നു. അതിന്റെ 9-ാം വാക്യം, ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെങ്കിലും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നും ഇല്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. എത്ര മനോഹരമായ പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? പൗലൂസും തിമോത്തിയോസിനെ കുറിച്ചും അവരുടെ മിനിസ്ട്രിയെ നോക്കി, അവരുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ നോക്കി, ശുശ്രൂഷയെ നോക്കി പറയുക, ഇതെല്ലാം സഹിക്കുന്നവരാ. എന്നാൽ ഞങ്ങളുടെ അകത്തേക്കത് നോക്കി, ഞങ്ങൾ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമായിട്ടുള്ളവർ. 3-ാമത്തെ ഭാഗം അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 11-ാം അധ്യായം അതിന്റെ 23 മുതൽ ഉള്ള വാക്യങ്ങൾ, 11-ന്റെ 23 വരെ ഉള്ള വാക്യങ്ങൾ. എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗമാണ്. 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ പൗലൂസ് തന്റെ ആ മിനിസ്ട്രിയിൽ, തന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ, തന്റെ ശുശ്രൂഷയിൽ എത്രയധികം കഷ്ടം അനുഭവിച്ചു. അതിന്റെ പകുതി ഒരു അംശം പോലും ഇന്നത്തെ ഏത് പാസ്റ്റർമാരോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളോ ഒരിക്കലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. യഹൂദരാൽ ഞാൻ ഒന്നു കുറയാതെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലേർ കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ എല്ലായ്പ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെയും കുറിച്ച് ചിന്താഭാരം എന്ന് തിരക്കുമോ? ആരാ എഴുതുന്നേ? അപ്പൊ ഇത് നോക്കിയേച്ച്, അപ്പോസ്തോലിനെ നോക്കിയേച്ച് മറ്റുള്ളവർ ചിരിക്കുക. നീ അപ്പോസ്തോലനാണോ? നിന്നിൽ ആത്മാവുണ്ടോ? നിനക്കെന്തെങ്കിലും കുഴപ്പം കാണും, ചിലപ്പോൾ പാപ സ്വഭാവങ്ങൾ കാണും, പാപം കാണും. അതുകൊണ്ടല്ലേ ഇതൊക്കെ സഹിക്കേണ്ടി വന്നത്. അപ്പോസ്തോലനാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നെങ്കിൽ ഒരു ജയകരമായ ജീവിതമല്ലേ നയിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത്? പൗലൂസ് ഇപ്പോൾ അതിനെല്ലാം ഉത്തരം പറയുക. ഞാൻ എൻ്റെ കഷ്ടതയിൽ പ്രശംസിക്കുന്നു. എൻ്റെ കഷ്ടതയിലാണ് ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് എന്ന് പൗലൂസ് വളരെ നന്നായിട്ട് അവരെ വരച്ചു കാണിക്കുക ചെയ്യും. ഇതെല്ലാം പൗലൂസിന്റെ ശുശ്രൂഷയിൽ വന്ന കാര്യമാണ്. 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗമാണ്. പൗലൂസ് ഇപ്പോൾ പറയുക,
എനിക്ക് പ്രശംസിപ്പാൻ വേണ്ടി അനേക കാര്യങ്ങളുണ്ട്. ഞാൻ സാധാരണക്കാരല്ല. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. അതിനു മുമ്പ് പറയുന്നു, എനിക്ക് ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയാം. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആ മനുഷ്യൻ പറുദീസയോടും എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. ആരെ പറ്റിയ? തന്റെ വളരെ തേജസ്സുള്ള ആത്മികമായ ഉന്നതമായ അനുഭവങ്ങളെ നോക്കി പറയുക, എനിക്ക് ഒരു സൈഡിലുള്ളത് ആത്മികമായ ഉന്നതമായ അനുഭവങ്ങൾ, എന്നാൽ മറു സൈഡിൽ ഉള്ളത് എന്താണെന്നറിയാമോ? ജീവിതത്തിന്റെ പച്ച യാഥാർത്ഥ്യങ്ങൾ. ദൈവമക്കളെ, കഴിഞ്ഞ ദിവസം എല്ലാം പറയുവാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യമാണ്. നമുക്ക് ആത്മികമായ തേജസ്സിന്റെ അനുഭവങ്ങൾ, ഉന്നതമായ അനുഭവങ്ങൾ ഉണ്ടെന്നിരിക്കാം. എന്നാൽ നമ്മുടെ ആ ശരീരം, നമ്മൾ എത്രത്തോളം കാലം ഈ വീണ്ടെടുക്കപ്പെടാത്ത ഈ ലോകത്തിൽ, ദ്രവത്വത്തിന്റെ ലോകത്തിൽ ജീവിക്കുന്നോ, അത്രയും സമയങ്ങൾ ഇവിടെ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത അനുഭവങ്ങൾ ഉണ്ടായെന്നിരിക്കാം. അതിനെ മനസ്സിലാക്കുവാനുള്ള ആത്മിക പക്വത, ആത്മികമായ കണ്ണുകൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ആ രീതിയിൽ മനസ്സിലാക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത്, 1-ാം അധ്യായം, 4-ാം അധ്യായം, 6-ാം അധ്യായം, 11-ാം അധ്യായം, 12-ാം അധ്യായം, ഇതെല്ലാം നോക്കുമ്പോൾ ഇപ്പോൾ പൗലൂസ് വിവരിക്കുന്നത് എന്താണെന്നറിയാമോ? കഷ്ടതയെ കുറിച്ചാണ് വിവരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം അങ്ങനെ പറഞ്ഞ് കഷ്ടത ഉണ്ടെന്ന് പറഞ്ഞ് എന്റെ ഈ ബൈബിൾ ക്ലാസ് അവസാനിപ്പിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ എന്ന് പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാനൊരു പാപ്പരത്വത്തിന്റെയോ അല്ലെങ്കിൽ ഒരു നിരാശയോടെയോ ഒരു സുവിശേഷമല്ല, ഒരു സന്ദേശമല്ല തരുന്നത്. ഇന്ന് രാത്രി ആരും തെറ്റിദ്ധരിക്കരുത്. കഷ്ടത ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ വിടുകയല്ല ചെയ്യുന്നത്. എന്നാൽ പൗലൂസ് കാണിക്കുന്നത് ഈ കഷ്ടതയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. 1-2 ചിന്തകൾ ദൈവത്തെ കുറിച്ച് പറഞ്ഞ്, ദൈവത്തിന്റെ ഈ ഇതിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞ് അവിടെ നിന്ന് മുമ്പോട്ട് പോയി നമുക്ക് ജീവിതത്തിൽ ചില ആപ്ലിക്കേഷൻ ഇതിൽ നിന്ന് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഇപ്പോൾ 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പൗലൂസ് തുടങ്ങുന്നത് തന്നെ ആരെ കുറിച്ച് പറഞ്ഞാണ്? ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. എന്താ ദൈവം ചെയ്യുന്നത്? ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ദൈവം പ്രവർത്തന നിരതനാണെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് കാണിച്ചു. ദൈവസ്നേഹത്തിന്റെ ആധിക്യം കാണിച്ചു. ദൈവം നമുക്ക് അനുകൂലമാണെന്ന് കാണിച്ചു. ഇന്ന് അടുത്ത ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്. ഗോഡ് ഓഫ് ഓൾ കംഫോർട്ട്, സകല ആശ്വാസത്തിന്റെയും ദൈവം. പൗലൂസ് ആ പ്രത്യേക ഭാഗത്ത് 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ശ്രദ്ധയായിട്ട് തോന്നിയത്, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് തോന്നിയത്, പൗലൂസ് ആശ്വാസം എന്നുള്ള വാക്ക് ആ ചെറിയ പാസേജിൽ 10 പ്രാവശ്യമാണ് ഉപയോഗിക്കുന്നത്. 10 പ്രാവശ്യം. So you see that importance of that particular word, the word comfort, a comforting God. അതിനെപ്പറ്റി 10 പ്രാവശ്യം വീണ്ടും വീണ്ടും പൗലൂസ് എഴുതുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ കഷ്ടത ഒരു റിയാലിറ്റിയാണ്, കഷ്ടതയെ പറ്റി അവൻ ലിസ്റ്റിട്ട് പല കാര്യങ്ങൾ പറയുന്നു. എന്നാൽ മറു സൈഡിൽ മനസ്സിലാക്കണം, ആശ്വസിപ്പിക്കുന്ന ദൈവം എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്.
നമുക്ക് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നിരാശരായി വ്യാകുലതയുള്ള ദൈവമക്കളായി പലപ്പോഴും മാറും. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ കൂടെ കഷ്ടങ്ങളിൽ ഞങ്ങളുടെ ക്രിസ്തുവിന്റെ ആശ്വാസം ഞങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? God of all comforts എന്ന് പറയുമ്പോൾ, ആശ്വാസത്തിന്റെ ദൈവം എന്ന് പറയുമ്പോൾ, അത് ആ ഭാഗമാണ് ശരിക്കും യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ ആശ്വാസകൻ അല്ലെങ്കിൽ ദ കൗൺസിലർ എന്നൊക്കെ ഉപയോഗിക്കുന്ന ആ പാരക്ലീറ്റ്, ആ സെയിം ശബ്ദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ കഷ്ടതയിൽ, എന്റെ പ്രയാസത്തിൽ എന്റെ കൂടെ, somebody who stand by another person and encourage the person as he endures testing. ഒരു പ്രയാസത്തിന്റെ, പ്രതികൂലത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസത്തിന്റെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിന്ന് നമ്മെ എൻകറേജ് ചെയ്യുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. പൗലൂസിന്റെ ആ ദൈവത്തെ കുറിച്ചുള്ള ആ കൺസെപ്റ്റ് വളരെ വ്യക്തമാണ്. He is God of all comfort. സകല ആശ്വാസത്തിന്റെയും ദൈവമാണ്. ഞാൻ പട്ടിണിയിലൂടെ, ഞാൻ പ്രയാസത്തിലൂടെ, ഞാൻ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കുള്ളത് ആരാണെന്ന് അറിയാമോ? ആ പാരക്ലീറ്റ്, എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് എന്റെ ജീവിതത്തിൽ എന്നെ ഭരിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്, ഇൻ ഓൾ അവർ അഫ്ലിക്ഷൻസ്. ഒരു കാര്യത്തിൽ മാത്രമല്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു, കഷ്ടത്തിലൊക്കെയും. അവിടെ എഴുതിയിട്ടുണ്ട് ഇൻ ഓൾ അവർ അഫ്ലിക്ഷൻ. തെരഞ്ഞെടുത്ത് ചില കഷ്ടങ്ങളിൽ മാത്രമല്ല, എന്നാൽ എന്റെ കഷ്ടങ്ങളിൽ, ഏത് കഷ്ടങ്ങളിലും, എല്ലാ കഷ്ടങ്ങളിലും, ഇൻ ഓൾ മൈ അഫ്ലിക്ഷൻ, എന്റെ കഷ്ടങ്ങളിലൊക്കെയും എനിക്ക് ആശ്വാസമായി തീരുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് എനിക്ക് ദൈവം അവിടെ പ്രദാനം ചെയ്യുന്നത്. ഇന്ന് രാത്രി കൊറോണയുടെ സിറ്റുവേഷൻ എനിക്കറിയാം. ഗൾഫ് മേഖലയിൽ വളരെ അനേക അനിശ്ചിതത്വങ്ങളുള്ള പലരുമാണ് നിങ്ങൾ എന്നറിയാം. എന്നാൽ ഇന്ന് രാത്രി കാലം പറയട്ടെ, നിങ്ങളുടെ കഷ്ടങ്ങളിൽ എല്ലാറ്റിലും in all your afflictions, അത് ചിലപ്പോൾ ജോലിയില്ലാത്ത സാഹചര്യമാകാം, ജോലി പോയ സാഹചര്യമാകാം, നമ്മുടെ ശരീരത്തെ കുറിച്ചുള്ള, രോഗങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കാം, എന്നാൽ മുമ്പോട്ട് എങ്ങനെ നീങ്ങും എന്നുള്ള ഉത്കണ്ഠയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി കാലം പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു പ്രചോദനത്തിൽ ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഈ വചനത്തിൽ നിന്ന് പൗലോസ് പറയുകയാണ്, എന്റെ സകല കഷ്ടങ്ങളിലും ആശ്വാസം പകരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. രാത്രി കഷ്ടത പറഞ്ഞ് നിരാശയുടെ സുവിശേഷമല്ല പറയുന്നത്. എന്നാൽ മനസ്സിലാക്കണം, കഷ്ടതയുടെ മധ്യത്തിൽ there is somebody who is standing along with me, who encourages me as I go through troubles, as I go through tribulations, as I go through the fiery furnace of life. There is somebody who is standing with me. That is the encouraging Paraclete. He is my comforter in my trouble. എന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം. അവിടെ എഴുതിയിട്ടുണ്ട്, കഷ്ടത പെരുകുമ്പോൾ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. 5-ാം വാക്യം എന്ന് വായിച്ചേ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ. ആരുടെ കഷ്ടങ്ങളാ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ. അതാണ് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത്. പൗലൂസിന് വളരെ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു. I'm partaking. When I go through trouble, I'm a partaker in the suffering of Jesus. ഞാൻ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ who am I? I'm a partaker. അതാണ് പൗലോസ് ഫിലിപ്പി ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഞാൻ അതിൽ ഒരു സഹഭാഗിയാകുന്നു, ഞാൻ അതിൽ ആ ഭാഗവാക്കാകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്ന് നോക്കിയേ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകും. അടുത്ത ഭാഗത്തേക്ക് എന്റെ ശ്രദ്ധയെ തിരിക്കുന്നു. ഒന്ന്, ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്. 2, ആ അധ്യായത്തിൽ തന്നെ 8-ാം വാക്യത്തിൽ, ആസിയിൽ ഞങ്ങൾക്ക് ഉണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല.
ജീവനോടിരിക്കുമോ എന്ന നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്നുള്ളതിൽ ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? വിടുവിച്ചു. രണ്ട്, എ ഗോഡ് ഹു ഡെലിവേഴ്സ്. ഒന്ന് ഞാൻ പറഞ്ഞു, എ ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്സ്. രണ്ട്, എ ഗോഡ് ഹു ഡെലിവേഴ്സ്. ഇവിടെ പൗലോസ് പറയുക, അതിന്റെ ഏഷ്യ മൈനറിൽ ഏഷ്യയിൽ ഞങ്ങൾ സഹിച്ച ആ കഷ്ടത്തിന്റെ ആധിക്യം എന്ന് മനസ്സിലാക്കണം. ജീവനോടിരിക്കുമോ എന്ന് പോലും ഞങ്ങൾ തോന്നിയില്ല. അത്രയ്ക്ക് ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. എന്നാൽ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഇനി വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങളിൽ അവനിൽ ആശ വെച്ചു. എന്താ പൗലോസ് പറയുന്നത്? We have a trust, we have a faith, God who delivers, and he will do it. ദാനിയേലിന്റെ പുസ്തകത്തിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അതാണ് പറയുന്നത്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആരെ വിശ്വസിക്കുന്നു, അവൻ ഞങ്ങളെ ഇതിൽ നിന്ന് വിടുവിക്കും. എന്നാൽ വിടുവിച്ചില്ലെങ്കിൽ പോലും അതാ വിശ്വാസത്തിന്റെ ആധിക്യം എന്ന് പറയും. ഇവിടെ ആ ഭാഗം ഒന്ന് നോക്കി, ആ ഭാഗം നോക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നും. പൗലൂസ് അതിന്റെ 9-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തിൽ പൗലൂസ് ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരിൽ ഞങ്ങൾ ആശ്രയിച്ചു? ഞങ്ങൾ സ്വയത്തിൽ ആശ്രയിക്കാതെ ഞങ്ങളിൽ ആശ്രയിച്ചു? ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ. ആലോചിച്ച് നോക്കിക്കേ. പൗലൂസിന് ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന് ഭൂതകാലത്തിൽ എഴുതാമായിരുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിൽ, അല്ലെ? Looking back at the resurrection of Christ, he could have used the past tense there, അല്ലെ? മരിച്ചവരെ ഉയർപ്പിച്ച. പൗലൂസ് എന്താ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? The God who raises death. അവിടെ എഴുതിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട്. അതിന്റെ 9-ാം വാക്യം, we felt we had received the sentence of death, but this happened that we might not rely on ourselves but on God who raises the dead. എന്താ? ഇപ്പോഴും പൗലൂസിന് ഒരു യാഥാർത്ഥ്യം അറിയാം. ദൈവം വേണമെങ്കിൽ മരിച്ചെങ്കിൽ പോലും അവിടെ നിന്നും ഉയർപ്പിക്കാൻ, അവൻ ആ ഡെലിവറൻസിന്റെ ആ ശക്തിയുടെ വലുപ്പം എന്ന് മനസ്സിലാക്കണം. ആ ശക്തിയുടെ അളവറ്റ വലുപ്പം. പൗലൂസ് അതൊക്കെയാണ് തന്റെ ലേഖനങ്ങളിലൊക്കെ പറയുന്നത്. അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം എന്ന് മനസ്സിലാക്കണം. അതിനെപ്പറ്റി ഞാൻ ഇന്ന് വായിക്കുകയായിരുന്നു. ഒരു ഭക്തനായ ഒരു മനുഷ്യൻ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്, raises is a timeless present participle expressing a permanent attribute of God. ഒന്നുകൂടി ഞാൻ വായിക്കാം. Raises is a timeless present participle expressing a permanent attribute of God. ദൈവത്തിന്റെ വലിയൊരു ഗുണത്തെയാണ് കാണിക്കുന്നത്. എന്താ ഗുണം? അവൻ കേവലം ഭൂതകാലത്തിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് അവിടം കൊണ്ട് അവന്റെ ശക്തി തീർന്നുപോയ ഒരു ദൈവത്തെ അല്ല, എന്നാലും എന്റെ ജീവിതത്തിൽ മരണകരമായ ഇന്നത്തെ സാഹചര്യങ്ങളിൽ പോലും എന്നെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാ പൗലോസ് പറയുന്നത്, I want to know the power of his resurrection. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അത് എനിക്ക് എന്റെ ജീവിതത്തിൽ രുചിച്ചറിയണം. അത് എപ്പോഴാ അറിയുന്നതെന്നറിയാമോ? പ്രശ്നമില്ലാത്തപ്പോഴല്ല ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി. എപ്പോഴാണ് അറിയുന്നറിയാമോ? മരണത്തോട് മല്ലിടിക്കുന്ന, അല്ലെങ്കിൽ മരണം എന്ന് വിശേഷിപ്പിക്കുന്ന, എല്ലാം തീർന്നു എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒന്നിനാണ് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അത് ചിലപ്പോ ശാരീരിക മരണമായിരിക്കുകയല്ല. എനിക്കറിയാം അവിടുത്തെ ഒക്കെ സാഹചര്യങ്ങൾ
നിങ്ങളെ പലരെയും വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം, എത്രയോ പ്രാവശ്യം മരണം എന്നുള്ള നമ്മുടെ ബിസിനസ് രംഗങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങൾ, വിസയുടെ രംഗങ്ങളിൽ ഇതൊക്കെ മരണമാ, ഇവിടം കൊണ്ട് തീർന്നു എന്ന് ചിന്തിച്ച ജീവിതത്തിൽ എത്ര രംഗങ്ങൾ നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ട്. അവിടെ വ്യാപരിച്ച ദൈവശക്തിയെ ഇവിടെ എഴുതിയിരിക്കുന്നത്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്റെ കഷ്ടതയിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്നറിയാമോ? ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് എന്റെ കഷ്ടതയിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന്, ഗോഡ് ഓഫ് ഓൾ കംഫോർട്സ്, സകല ആശ്വാസത്തിന്റെ ദൈവം. രണ്ട്, ഗോഡ് ഹു ഡെലിവേഴ്സ്, എന്നെ വിടുവിക്കുന്ന ദൈവം. എന്നാൽ നിങ്ങൾ ചോദിച്ചേക്കാം, ഇത് എല്ലാ സാഹചര്യങ്ങളിലും ഇതെന്തുകൊണ്ടാണ് കാണാം? എല്ലാ സാഹചര്യങ്ങളിലും എന്തുകൊണ്ടാ ഒരു ഹാപ്പി എൻഡിങ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ എന്തുകൊണ്ടാ ഇല്ലാത്ത? ദൈവം എന്തുകൊണ്ടാ വിടുവിക്കാത്ത? അതിന് പൗലൂസ് തന്നെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതിന്റെ 12-ാം അധ്യായത്തിലേക്ക് വരുന്നു. 12-ാം അധ്യായം, അതിന്റെ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലൂസിന്റെ ജീവിതത്തിലെ വളരെ പ്രത്യേക ഒരു സാഹചര്യമാണ് അവിടെ നാം വായിക്കുന്നത്. അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ എന്ന് വായിക്കാം. 7ഉം 8ഉം 9ഉം വാക്യം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ, അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഭാഗമാണ്. ഭാഗം വായിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ഭാഗത്ത് പൗലൂസിന്റെ ആത്മീയതയുടെ വളരെ മഹത്വകരമായ ചില രംഗങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എനിക്ക് ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയാം. 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അത്ര മഹത്വകരമായ, അത്ര ഗ്ലോറിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസ്. എന്നാൽ 7-ാം വാക്യത്തിൽ വരുമ്പോൾ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിൽ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കും. വേദ പണ്ഡിതന്മാരുടെ ഇടയിൽ വളരെയേറെ ആശയക്കുഴപ്പമുള്ള ഒരു കാര്യമാണ് ഈ ശൂലം എന്താണെന്നുള്ളത്. അതിനെപ്പറ്റി അവിടെ ഒന്നും പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനമായിട്ട് 3-4 ചിന്താഗതികളാണ് അതിനെപ്പറ്റിയുള്ളത്. ഒന്ന്, ഇറ്റ് ക്യാൻ ബി എ സൈക്കോളജിക്കൽ സ്ട്രഗിൾ ദാറ്റ് ഹി ഈസ് ഗോയിങ് ത്രൂ. ചിലപ്പോൾ മാനസികമായ വലിയ ഒരു ഉത്കണ്ഠ, ഒരു പ്രയാസം, ഒരു പിരിമുറുക്കമായിരിക്കാം ചിലപ്പോൾ ജീവിതത്തിൽ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഉപദ്രവം കാരണം. അല്ലെങ്കിൽ ചിലർ പറയുന്നു ഇറ്റ് ക്യാൻ ബി ദി ഒപ്പോണൻസ്. ചിലപ്പോൾ അവന് എതിരായിട്ട് നിന്ന വിശ്വാസികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ, മറ്റ് അപ്പോസ്തലന്മാർ, അവരെ കുറിച്ചായിരിക്കാം പറയുന്നത്. എന്നാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ ഫിസിക്കൽ ഇൽനെസ്. അത് ഇൽനെസ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ പലരും പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ പുവർ ഐസൈറ്റ്. അവന്റെ കാഴ്ചയിൽ ഉണ്ടായിരുന്ന ഒരു കുഴപ്പം. ഗലാത്യ ലേഖനത്തിന്റെ ആ പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട്, കാഴ്ചയിൽ ഉണ്ടായിരുന്ന ഒരു ഐ സിക്നസ്, ഐ പ്രോബ്ലം ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ മലേറിയ പോലുള്ള അസുഖങ്ങളായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തുണ്ടായിരുന്ന ഒരു പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. 4-മത്തെ വലിയ കാര്യം ചിലപ്പോൾ ഒരു ഡെമണിക് ഹരാസ്മെന്റ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു സാധാന്യ ഒരു പോരാട്ടമായിരിക്കാം. നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ മെജോറിറ്റി ഓഫ് സ്കോളേഴ്സ് പറയുന്നത് ചിലപ്പോൾ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക എയിൽമെന്റ്, പ്രത്യേക ഒരു അസുഖത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? 3 പ്രാവശ്യം അതിനെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ 9-ാം വാക്യം അതിനെപ്പറ്റി പ്രാർത്ഥിച്ചു, കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ കർത്താവ് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും.
ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാകും. രണ്ട് പദങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ഒന്ന്, ദൈവത്തിന്റെ കൃപ. ഇവിടെ എഴുതിയിരിക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് അത് മാറിയില്ല, അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഒരു വിടുതലിന്റെ അനുഭവം. 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പുനരുദ്ധാനത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുന്ന ഒരു അവസ്ഥയല്ല നാം കാണുന്നത്. എന്നാൽ അവിടെ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇംഗ്ലീഷ് ബൈബിളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് ലെറ്റർ എഡിഷൻസിൽ ആ ഭാഗത്ത് മാത്രം എഴുതിയിരിക്കുന്ന ഒരു നല്ല കാര്യമുണ്ട്. ആ വാക്യം മാത്രം കൊടുത്തിരിക്കുന്ന റെഡ് ലെറ്റേഴ്സിൽ. അത് കർത്താവ് ഡയറക്റ്റ് പറഞ്ഞ ഒരു കാര്യമാ, എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ പ്രാർത്ഥനകൾ നമുക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ ഉള്ളപ്പോൾ, ജീവിതത്തിൽ പൗലൂസിനെ കൂട്ട് അതുപോലുള്ള ജീവിത രംഗങ്ങൾ കടന്നു വരുമ്പോൾ, ഇന്ന് രാത്രി പറയട്ടെ, നമുക്ക് സാന്ത്വനമായി, നമുക്ക് ആശ്വാസമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് എ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് സസ്റ്റെയിൻസ് us. എന്നെ താങ്ങുന്ന, എന്നെ പുലർത്തുന്ന ദൈവത്തിന്റെ ആ കൃപയിൽ ആശ്രയിപ്പാൻ നമുക്ക് കഴിയണം. ഇവിടെ പൗലൂസിനോട് കർത്താവ് പറയുക, എന്റെ കൃപ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ thee. അത് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില രംഗങ്ങളിൽ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയില്ലെന്നിരിക്കാം. എന്നാൽ ആ രംഗങ്ങളിൽ കർത്താവ് നമ്മോട് ആശ്വാസമായി പറയുന്ന ഒരു ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറക്കട്ടെ. അതാണ് ഇത്, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്ന ആശ്വാസത്തിന്റെ ഒരു ശബ്ദം. എന്നാൽ അവിടെ പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിനുശേഷം പറയുന്നു, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. എന്റെ 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. ഇറ്റ്സ് എ കൗണ്ടർ കൾച്ചറൽ സ്റ്റേറ്റ്മെന്റ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റാത്ത, ക്രിസ്ത്യാനിക്ക് മാത്രം, ദൈവവിശ്വാസിക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ ഒരു വാക്കാണത്, ഒരു വാക്യമാണ്. എങ്ങനെ വീക്ക്നെസ്സും പവറും തമ്മിൽ എങ്ങനെ പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ ഇംഗ്ലീഷിൽ പറയും ഇറ്റ്സ് എ പാരഡോക്സ്, അല്ലെങ്കിൽ വിരോധാഭാസം എന്ന് മലയാളത്തിൽ പറയും. എങ്ങനെ ഇത് രണ്ടൂടെ എങ്ങനെ? ബലഹീനതയിൽ ഞാൻ ബലവാനാകും, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാകുന്നു. ഒരിക്കലും ആ നമ്മുടെ ഭാഷാ ശൈലികളിൽ, ഭാഷയുടെ പ്രയോഗത്തിൽ വിരോധാഭാസമായിട്ടുള്ള പ്രയോഗ ശൈലികൾ നമ്മൾ ഉപയോഗിക്കാറില്ല. എന്നാൽ ഇവിടെ മാത്രം, ബൈബിളിൽ മാത്രം, ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് മാത്രം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ശരീരത്ത്, എന്റെ മനസ്സിൽ ഞാൻ ബലഹീനനാകുമ്പോൾ എന്നിൽ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. അതൊരു വിരോധാഭാസമല്ല, എന്നാൽ അതൊരു റിയാലിറ്റിയാണ്. അതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അത് ഈ ലോകത്തിന് ഒരു വിരോധാഭാസമായിട്ട് തോന്നിയേക്കാം. ഈ ലോകത്തിലെ തത്വശാസ്ത്രങ്ങൾക്ക് അതൊരു പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക്, അതാണ് ക്രൂശിലെ ആ ഒരു, ഇന്നലെ ഞാൻ അതിനെ ചെറുതായിട്ടൊന്ന് കാണിച്ചു. 1 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലൂസ് പറയുമ്പോൾ, ജാതികൾക്ക് ഇതെന്താണ്? പോഷത്വമാ, ക്രൂശിൽ വിജയമെന്നോ, അല്ലേ? 3-ാം സെഞ്ചുറിയിൽ അതിനെ പറ്റിയുള്ള ആദ്യമായിട്ട് നമുക്ക് ലഭിച്ച ഒരു പെയിന്റിങ്ങിൽ, ആ പെയിന്റിങ്ങിൽ
ഇങ്ങനെയാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. ഒരു കഴുതയുടെ തലയുള്ള ഒരു മനുഷ്യൻ ക്രൂശിൽ ഇങ്ങനെ കിടക്കും. 3-ാം സെഞ്ചുറിയിൽ നിന്ന് കിട്ടിയ ഒരു പെയിന്റിംഗ്. എന്താ കാണിക്കുന്നതെന്ന് അറിയാമോ? എന്നിട്ട് അവിടെ കൈ പൊക്കി ഇങ്ങനെ ആ ക്രൂശിതനായ മനുഷ്യനെ ആരാധിക്കുന്ന ഒരു വ്യക്തി. എന്താ കാണിച്ചെന്നറിയാമോ? ക്രിസ്ത്യാനികളെ പരിഹസിച്ച് കാണിച്ച ഒരു കാര്യമാ. ഒരു കഴുതത്തലയൻ ക്രൂശിൽ കിടക്കുന്നു. പരാജയത്തിന്റെ ചിഹ്നം, അടിയറ വെച്ച ചിഹ്നം, പാരഡോക്സ്. അതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. അയ്യോ, ക്രൂശിൽ ജയം കൊണ്ടാടിയെന്നോ? എന്നാൽ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. അതാണ് പൗലൂസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, വിശ്വസിച്ച നമുക്കോ അത് ദൈവശക്തിയാകുന്നു. യവനന്മാർക്ക്, ജാതികൾക്ക്, യഹൂദന്മാർക്ക് അത് ഇടർച്ചക്കല്ലായി, അത് പോഷത്വമായി തീർന്നപ്പോൾ ഇന്ന് രാത്രി ദൈവത്തെ എന്ന് സ്തുതിപ്പാൻ കഴിയുമ്പോൾ വിശ്വസിച്ച നമുക്ക് അത് ദൈവശക്തിയായതുകൊണ്ട്, അത് സൗഖ്യമായതുകൊണ്ട്, അത് വീണ്ടെടുപ്പായതുകൊണ്ട്, അത് രക്ഷയായതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയണം. ഇത് വിരോധാഭാസമല്ല. ഇത് ദിസ് ഈസ് എ റിയാലിറ്റി. എന്താ റിയാലിറ്റി? ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ, ഞാൻ അശക്തനല്ല. അവിടെയാണ് ദൈവത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കുന്നത്. 4 കാര്യങ്ങൾ പറഞ്ഞു. 4 കാര്യങ്ങൾ പെട്ടെന്ന് എന്റെ ശ്രദ്ധകളെ ഞാൻ ഇവിടെ ഒന്നുകൂടെ ഒരു അവസാനത്തിലേക്ക് കൊണ്ടുവരിക. 1, ദൈവത്തിന്റെ ആശ്വാസം, 1-ാം അധ്യായം. 2, ദൈവിക വിടുതൽ. ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ എഴുതുന്നവർക്ക് വേണ്ടി. ദൈവിക ആശ്വാസം. എന്റെ കഷ്ടതയിൽ എനിക്ക് ലഭ്യമായി തീരുന്നത് ദൈവിക ആശ്വാസം. 2, ദൈവിക വിടുതൽ. 1-ാം അധ്യായത്തിൽ തന്നെ കണ്ടു. അതിനുശേഷം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ കൃപ. My grace is sufficient for you. ദൈവത്തിന്റെ കൃപ. അവിടെ തന്നെ പൗലൂസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ശക്തി. അതാ എഴുതിയിരിക്കുന്നത്, ബലഹീനനായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പ്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. എന്റെ മേൽ ആവസിക്കുകയാണ്. ഇറ്റ് ഈസ് dwelling upon me. അത് ഇറ്റ് ഈസ് resting upon me. പഴയ നിയമത്തിലെ ആ ടാബർനാക്കിൾ, അവിടെ ഇറങ്ങി വന്ന ദൈവിക തേജസ്സിനെ, ദൈവശക്തിയെ, ദൈവത്തിന്റെ പ്രസൻസിനെ, അതേ ടെർമിനോളജി പൗലൂസ് ഉപയോഗിക്കുകയാണ്. The power of God is resting upon me. എന്റെ ശരീരത്തിൽ, എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വസിക്കുക ചെയ്യുന്നു. അപ്പോൾ കഷ്ടതയിലുള്ളത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ശക്തി. അതിന്റെ 13-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വരാം. 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം കൂടെ വായിച്ച് ആ ചിന്തകളിൽ ഞാൻ അവിടെ സമാപിക്കാം. അതിന്റെ 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ, സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഇവിടെ ദൈവത്തെ കുറിച്ച് 5-ാമതായി ഒരു കാര്യം പറയുന്നത് സ്നേഹത്തിന്റെ ദൈവം. ഞാൻ 8-ാമത്തെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പൗലൂസ് കഷ്ടതയുടെ ആ കോണ്ടെക്സ്റ്റിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു. അതുകൊണ്ട് അവിടെ ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്താ കഷ്ടതയും നമുക്കുള്ളത്? ദൈവത്തിന്റെ സ്നേഹം. അതാണ് പൗലൂസ് പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ പട്ടിണിക്കോ, ഉപദ്രവത്തിനോ, നഗ്നതയ്ക്കോ, വാളിനോ ഒന്നിനും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാനാകില്ല. അപ്പോൾ എന്താ നമുക്ക് ലഭ്യമായിട്ടുള്ളത്? ദൈവത്തിന്റെ സ്നേഹം. അവസാനമായി ദൈവത്തിന്റെ സമാധാനം. കഴിഞ്ഞ ദിവസം ഞാൻ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് നിങ്ങളോട് സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ സമാധാനത്തെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. The peace that passeth all understanding.
ചില സന്ദർഭങ്ങളിൽ നാടകീയമായി നമ്മുടെ ജീവിതത്തിന്റെ രംഗങ്ങൾ മാറുകയില്ല. അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, അതാണ് 4-ാം അധ്യായത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക ചെയ്തത്. അവിടെ ഉത്തരം കിട്ടുന്ന കാര്യം വളരെ വ്യക്തതയോടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാണും. അതിനുശേഷം അടുത്ത 2 വാക്യം കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുക, സമാധാനത്തിന്റെ ദൈവം, എ ഗോഡ് ഓഫ് പീസ്, ഗോഡ് ഓഫ് ഓൾ പീസ്. ഒരു ടീച്ചർ ആയതുകൊണ്ട് ഈ സമ്മിങ് അപ്പ് ഞങ്ങളുടെ എല്ലാം ഒരു പ്രശ്നമാണ്. ബിജു സാറിനോട് ചോദിച്ചാൽ അറിയാം, ഞങ്ങൾക്ക് അത് ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. 1, ദൈവത്തിന്റെ ആശ്വാസം. 2, ദൈവത്തിന്റെ വിടുതൽ. 3, ദൈവത്തിന്റെ കൃപ. 4, ദൈവത്തിന്റെ ശക്തി. 5, ദൈവത്തിന്റെ സ്നേഹം. 6, ദൈവത്തിന്റെ സമാധാനം. പൗലോസ് പറഞ്ഞു നിർത്തുന്ന എവിടെയാണെന്നറിയാമോ? അവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും ഈ അവസാനത്തെ നമ്മുടെ മീറ്റിങ്ങുകളുടെ അവസാനത്തെ ഈ ആശീർവാദം പഠിച്ചത്. ഏതാണെന്നറിയാമോ? പതിമൂന്നിന്റെ 14 യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മൾ നന്നായിട്ട് കേട്ടിട്ട് മീറ്റിംഗ് കേൾക്കുമ്പോൾ പോകും, പക്ഷെ ഇത് ജീവിതത്തിന്റെ രംഗത്തിൽ ആ ആഴ്ച ഇത് നമ്മളോട് സംസാരിക്കണം. ആ പ്രസംഗം കേട്ടില്ലെങ്കിലും അവസാനം പറയുന്ന ആശീർവാദം നന്നായിട്ട് കേട്ടിട്ട് പോയാൽ പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരികയില്ല. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ കൃപ, എന്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന്റെ സ്നേഹം, എന്ത് സ്നേഹമാ? ആ സ്നേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ ഒന്നിനും മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു സ്നേഹം. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. അതെന്ത് തരുന്ന കൂട്ടായ്മയാണെന്നറിയാമോ? പാരക്ലീറ്റേ, കംഫോർട്ടർ. എനിക്ക് സമാധാനം തരുന്ന, എനിക്ക് സന്തോഷം തരുന്ന, എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വിഷമമേറിയ വേദനയേറിയ സാഹചര്യങ്ങളിൽ എന്നോട് കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ കൂട്ടായ്മ. It all together. ഇത് 6 കാര്യങ്ങളും പൗലോസ് ഇത്രയും കഷ്ടതയെ കുറിച്ച് പറഞ്ഞിട്ട് 6ഓ 7ഓ പാസേജ് പറഞ്ഞിട്ട് അവസാനം കൊണ്ട് നിർത്തുക. അവിടെ നിന്നാ നമ്മുടെ ആശീർവാദം ശരിക്കും വന്നത്. നമ്മള് മീറ്റിംഗ് കഴിഞ്ഞ ആ സന്തോഷത്തിൽ പാസ്റ്റർ ആശീർവാദം പറയുമ്പോൾ ഇത് കേൾക്കാറില്ല. ഇത് മാത്രം കേട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്കൊക്കെ നമ്മൾ ജീവിക്കും. എന്താണ്? യേശുക്രിസ്തുവിന്റെ കൃപയും എന്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന്റെ സ്നേഹം, ജീവിതത്തിലെ ഒരു കാര്യത്തിനും മാറ്റി നിർത്തുവാൻ കഴിയാത്ത ദൈവത്തിന്റെ സ്നേഹം. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, ആ കൂട്ടായ്മയെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞത്. ദൈവത്തിന്റെ ആശ്വാസം, ദൈവത്തിന്റെ വിടുതൽ, പാരക്ലീറ്റേ, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ സമാധാനം. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി, എത്ര മനോഹരമായിട്ട് പൗലോസ് ഈ കഷ്ടതയെല്ലാം നിർത്തുന്നതെന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകളെ നിർത്തും. എന്താണ്? വാട്ട് ഈസ് ദ ടേക്ക് അവേ? ഇത് മാത്രം പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിച്ച് വിടാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു 5 മിനിറ്റൂടെ ഞാനിന്ന് എടുത്തോട്ടെ. 5 മിനിറ്റിൽ പെട്ടെന്ന് നമ്മുടെ ഒരു മിനിസ്ട്രിയെ കുറിച്ച് ഇതിനകത്തുനിന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. എന്താണ് നമ്മുടെ മിനിസ്ട്രി? ഒന്ന്, എനിക്കറിയാം, ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞു വന്നത് കഷ്ടതയെ അതിന്റെ ശരിയായിട്ടുള്ള ദൃഷ്ടികോണിലെല്ലാം അതിന്റെ വീക്ഷണകോണിൽ കാണാമെന്ന് പറഞ്ഞു. എന്നാൽ 2 കാര്യം നമ്മുടെ ആപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എന്ന് വരച്ച് കാണിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. അതിന്റെ 2-ാം ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിന്റെ 4-ാം വാക്യം എന്ന് വായിക്കാം. 4-ാം വാക്യം.
ഒന്നിന്റെ 4-ാം വാക്യം. 1-ന്റെ 4-ാം വാക്യം. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പൊ പൗലൂസ് പറയുക, ഈ ആശ്വാസം കിട്ടി ചുമ്മാതിരിക്കാൻ വേണ്ടിയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അല്ലെ ഈ ബൈബിൾ ക്ലാസിന്റെ ആ ഒരു അവസാന നിമിഷം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഈ ആശ്വാസം, എനിക്ക് ദൈവത്തിന്റെ ആശ്വാസം കിട്ടി, ദൈവത്തിന്റെ വിടുതൽ കിട്ടി, ദൈവത്തിന്റെ കൃപയുണ്ട്, ദൈവത്തിന്റെ ശക്തിയുണ്ട്, ദൈവത്തിന്റെ സ്നേഹമുണ്ട്, ദൈവത്തിന്റെ സമാധാനമുണ്ട്. എന്റെ കഷ്ടതയിൽ 6 കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നു. എന്നാൽ ഗോഡ് ഈസ് എക്സ്പെക്ടിങ് സംതിങ് ഫ്രം മീ. അതെന്താണെന്നറിയാമോ? പൗലൂസ് ഇവിടെ പറയുകയാണ്, God of all comfort, who comforts us in all our troubles, so that we can comfort those in any trouble with the comfort that we ourselves receive from God. ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ കംഫോർട്ടിൽ നിന്ന്, ആ ആശ്വാസത്തിൽ നിന്ന് ഇന്നും കഷ്ടതയിലായിരിക്കുന്നവർക്ക് എനിക്ക് എന്തായി തീരണം? ആശ്വാസമായി തീരാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അതിലാണ് എനിക്കും നിനക്കും നിങ്ങൾക്കും എല്ലാം ഒരു മിനിസ്ട്രി ഉള്ളത്. കേവലം പാസ്റ്ററുടെ മിനിസ്ട്രി അല്ല. ദൈവത്തിൽ നിന്ന് എപ്പോഴെങ്കിലും ആശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ദൈവകൃപ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവിക സമാധാനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഒരു മിനിസ്ട്രി ഉണ്ടെന്നറിയണം. അതിന് ഉദാഹരണം ഞാൻ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാം. 2 കൊരിന്ത്യരുടെ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 2 കൊരിന്ത്യരുടെ ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 7-ാം അധ്യായം, 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം എന്ന് വായിച്ച്. 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇവിടെ എഴുതിയിരിക്കുന്നു, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ. ഇപ്പോൾ പൗലൂസ് പറയുക, എങ്കിലും എളിയവനെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. പൗലൂസ് അവിടെ നിർത്തുന്നില്ല. തീത്തോസ് വന്നതുകൊണ്ട് മാത്രമല്ല, അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ. ഇന്ന് നോക്കിക്കേ, ഒന്ന് ചിന്തിച്ചേ. ഇവിടെ ഒരു ചെയിൻ പ്രോസസ് ഉണ്ട്. കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ തീത്തോസിനെ എന്ത് ചെയ്തു? ആശ്വസിപ്പിച്ചു. തീത്തോസ് ഇൻ ടേൺ ഇപ്പൊ ചെന്നിട്ട് പൗലൂസിനെയും കൂട്ടരെയും ആശ്വസിപ്പിക്കുകയാണ്. പൗലൂസും കൂട്ടരും തിരിച്ച് ഇത് എഴുതുമ്പോ പിന്നെയും ഇവരെ ആശ്വസിപ്പിക്കുക. There is a circle. There is a chain process which is going on. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പലർക്കും ആശ്വാസത്തിന് കാരണമായി തീരാം. ദൈവം തന്റെ ആശ്വാസം മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നതെന്ന്, ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നറിയാമോ? അത് തീത്തോസിനെ കൂട്ടുള്ള കൊരിന്ത്യയിലെ വിശ്വാസികളെ കൂട്ടുള്ള മനുഷ്യരിലൂടെ ആ ദൈവം ആശ്വാസം ഇങ്ങനെ കെട്ടിയിറക്കുകയല്ല, എന്നാൽ എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവത്തിന്റെ ആശ്വാസം മറ്റുള്ളവരേക്ക് ഇറങ്ങിച്ചെല്ലുവാനിടയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ കരങ്ങളായി, ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ വാകളായി, ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ ചെവികളായി, ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ കരങ്ങളായി, ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ പാതകളായി ഈ കൊറോണ സിറ്റുവേഷനിൽ പോലും മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ നമുക്ക് കഴിയണം. അതാണ് പലർക്കും, എനിക്കറിയാം നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഈ കൊറോണ സിറ്റുവേഷനിൽ പല വിശ്വാസികൾക്കും ചെയ്യുവാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന അനേകർക്ക് ആശ്വാസമായിട്ട് തീരുവാൻ നമുക്ക് കഴിയും.
അത് ചിലപ്പോൾ പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഫോൺ എടുത്ത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നതിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബാങ്ക് ട്രാൻസ്ഫറിലൂടെ ആയിരിക്കാം. എനിക്കറിയാം, വിശ്വാസികൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീർന്ന ഒരു സമയമായിരുന്നു ഈ കൊറോണയുടെ സമയം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി നിങ്ങളെ ഒന്നുകൂടെ എന്ന് ചലഞ്ച് ചെയ്യട്ടെ. കർത്താവിലുള്ള ആശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായിട്ട് കാണുവാൻ കഴിയും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, അതുകൂടെ പറഞ്ഞ് പോയില്ലെങ്കിൽ ഒരു മിഷനറി എന്ന നിലയിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമാകുന്നില്ല. ഇവിടെ എല്ലാം പൗലൂസ് 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ എല്ലാം പറഞ്ഞ് ഈ കഷ്ടത എന്തിനു വേണ്ടി സഹിച്ചെന്നറിയാം. എന്തിനു സഹിച്ചത്? ഈ ആപത്ത്, ഈ വാള്, 11-ാം അധ്യായത്തിൽ പറയുന്ന കരയിലെ ആപത്ത്, കൂട്ടുകാരാലുള്ള ആപത്ത്, സഹോദരന്മാരുള്ള ആപത്ത്, കപ്പൽ ഛേദം, ഇവയെല്ലാം എന്തിനു സഹിച്ചതെന്നറിയാമോ? ഒറ്റ ഒരു കാര്യത്തിനാ, എങ്ങനെങ്കിലും സുവിശേഷം ഏഷ്യയിൽ, ഏഷ്യ മൈനറിൽ, യൂറോപ്പിൽ, റോമിൽ എത്തിച്ചേരണം, സഭകൾ സ്ഥാപിക്കപ്പെടണം. അത്രയും മാത്രമേ ഉള്ളായിരുന്നു പൗലൂസിന്റെ ഒരാഗ്രഹം. പൗലൂസിന് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പൗലൂസിന് പഠിത്തം ഇല്ലാഞ്ഞിട്ടല്ല, പൗലൂസിന് ആ കുലശ്രേഷ്ഠത ഇല്ലാഞ്ഞിട്ടല്ല, പൗലൂസിന് ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. പൗലൂസ് ഇപ്പൊ പറയുക, ആ കർത്താവ് നിമിത്തം, അവന്റെ രാജ്യം നിമിത്തം, അവന്റെ ആ സുവിശേഷത്തിന്റെ ആ വലിയ മഹിമ നിമിത്തം ഞാൻ ഇതെല്ലാം ചപ്പുന്നും ചവറെന്നും എണ്ണുന്നു. ഞാൻ ജീവിതത്തിൽ എന്തും ഏതും സഹിപ്പാൻ വേണ്ടി തയ്യാറാണ്. എന്തിനാണെന്നറിയാമോ? അവന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട്. എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവർ സുവിശേഷം കേൾക്കുവാൻ വേണ്ടി. രാത്രി ഒരു ചോദ്യം കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നാം എന്താണ് ഇത്രയും നാളുമായിട്ട് ചെയ്തത്? ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതത്തിന് did God become a means to an end? എന്റെ ജീവിതത്തിൽ വളരെ സുഖമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി മാത്രമാണോ ഞാൻ ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്നത്? അതോ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ? അത് ചിലപ്പോൾ പണമായിക്കോട്ടെ, അത് ചിലപ്പോൾ എൻ്റെ പ്രയത്നമായിക്കോട്ടെ, അത് ചിലപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, അത് ചിലപ്പോൾ എൻ്റെ ഭാവി ആയിക്കോട്ടെ, അത് ചിലപ്പോൾ എൻ്റെ ജോലി ആയിക്കോട്ടെ. ഇതിൽ എന്തെങ്കിലും ഒന്ന് കർത്താവിനും അവന്റെ രാജ്യത്തിനും സുവിശേഷം കേൾക്കാത്തവർക്കും വേണ്ടി ചെയ്യുവാൻ, കഷ്ടത എംബ്രേസ് ചെയ്യുവാൻ, കഷ്ടത സുവിശേഷത്തിന് നിമിത്തം ആലിംഗനം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാ പൗലൂസ് ചെയ്തത്. He was embracing suffering. അല്ലാതെ ഇതൊക്കെ വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാമായിരുന്നു. He was willingly, consciously, deliberately, he was embracing suffering for the sake of Christ and his kingdom. കർത്താവിന്റെയും അവന്റെ രാജ്യത്തെയും സംബന്ധിച്ച് അവൻ ചെയ്തത്, അവൻ കഷ്ടതയെ ആലിംഗനം ചെയ്യുകയായിരുന്നു. രാത്രി എൻ്റെ ഈ ബൈബിൾ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ 2 കാര്യം. ഒന്ന്, നമ്മുടെ ജീവിതത്തിന്റെ രംഗങ്ങളിൽ ആശ്വാസം കിട്ടുമ്പോൾ, ദൈവിക ആശ്വാസം, ദൈവിക വിടുതൽ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി, ദൈവിക സമാധാനം, ദൈവത്തിന്റെ സ്നേഹം ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ, അതിനാ കർത്താവ് ആശ്വസിപ്പിക്കുന്നു. അല്ലാതെ ചുമ്മാതെ ആശ്വാസം കിട്ടി സന്തോഷത്തോടെ ജീവിപ്പാനല്ല. പൗലൂസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, He comforts us in all troubles, so that with the comfort that we receive from God, we may become a source of comfort for others. ഈ കൊറോണയുടെ സിറ്റുവേഷനിൽ ഞാൻ പറയട്ടെ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ദൈവം തന്ന വാർത്താ വിനിമയ മാർഗങ്ങൾ, ഇവയൊക്കെയും ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസത്തിന് നമുക്ക് കാരണമായി തീരാം. 2, ക്രിസ്തു രാജ്യത്തിനു വേണ്ടി, അവന്റെ രാജ്യത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവ മഹത്വത്തിനു വേണ്ടി, സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, let us be willing to embrace suffering willingly. ആ കഷ്ടതയെ ആലിംഗനം ചെയ്യുവാൻ. അതെങ്ങനെയാണെന്ന് എനിക്കറിയാമില്ല. നിങ്ങളുടെ എല്ലാം സിറ്റുവേഷനിൽ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി അത് പെയിൻഫുൾ ആയിട്ട്
എന്റെ മറ്റുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു, കർത്താവിന് വേണ്ടി കൊടുത്തത് മൂലം അത് അവരുടെ സമ്പന്നതയിലായിരുന്നില്ല, എന്നാൽ അവരുടെ തന്ന ഒരു തലമുറയെ ദൈവത്തിന് വേണ്ടി നാം ഇറങ്ങുന്നതിലായിരിക്കാം, രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി മുടക്കുന്നതിലായിരിക്കാം. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാൽ doing something for the Lord, willingly embracing that suffering, so that രാജ്യം, ദൈവത്തിന്റെ മഹത്വം, ആ പ്രഘോഷണീകരണം അതെല്ലാം നമ്മളിലൂടെ സാധ്യമാകുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഈ ഭാഗം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ അവസാനം അവന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് ഏവരോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.